ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്ന അർച്ചനയെയാണ്. അർച്ചനയുടെ ധൈര്യമാണ് കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാതെ കാത്തതെന്ന് പോലീസ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അങ്ങനെയല്ല സാർ, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ ധൈര്യം. അങ്ങനെ എസ് ഐ അവിടുന്ന് പോകുമ്പോൾ എന്തു പറയുകയാണ്, അർച്ചനയോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞാനും എൻ്റെ മോളും അർച്ചനയോട് എന്നും തന്നെ കടപ്പെട്ടിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സന്ദീപും കൂടി കുഞ്ഞിനെ വാങ്ങാനായി ICUവിലേക്ക് ചെല്ലുന്നതാണ്. നിങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കണം, കുഞ്ഞിനെ കാർഡിയക് സർജനെ കൂടി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും സന്ദീപും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോൾ ആ ഗുണ്ട അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തായി, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, മേഡം എല്ലാം നടന്നേനെ, പക്ഷേ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അയാള് അവന്തികയോട് പറയുകയാണ്. ആ അർച്ചനയാണ് മേഡം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തതെന്ന് ആ ഗുണ്ട പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ അർച്ചനയുടെയും സന്ദീപിന്റെയും അടുത്തേക്ക് വരുന്നതാണ്. 2-3 ടെസ്റ്റുകൾ കൂടി ബാക്കിയുണ്ട്, പക്ഷേ ഞാൻ കാർഡിയാക് സർജനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഊഹം ശരിയായിരുന്നു, നിങ്ങളുടെ കുഞ്ഞ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. നിങ്ങളിത് കേട്ട് പാനിക്കൊന്നും ആകണ്ട. കുഞ്ഞിൻ്റെ ഹാർട്ടിന് താഴെയായി ചെറിയൊരു ഹോൾ ഉണ്ട്. സർജറി പോസിബിൾ ആണ്, പക്ഷേ ഈ പ്രായത്തിൽ അത് സാധിക്കില്ല. 1 വയസ്സെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ സർജറി നടത്താൻ പറ്റൂ. പിന്നെ ചില കുട്ടികൾ ടാബ്ലറ്റ് കഴിക്കുമ്പോഴേക്കും അതൊക്കെ മാറാറുണ്ട്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരാം, നിങ്ങൾ 1 വയസ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ കുഞ്ഞു കൂടുതൽ കരയാതെ ശ്രദ്ധിക്കണം. കൂടുതൽ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചനയും സന്ദീപും. അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്ന സന്ദീപിനോട് അർച്ചന സമാധാനിക്കാൻ പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഏട്ടത്തി, ഇപ്പോൾ എന്താണെങ്കിലും ഈ കാര്യം ആരോടും പറയണ്ട. മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. 1 വയസ്സ് വരെ ഈ രഹസ്യം നമ്മളിൽ തന്നെ ഇരിക്കട്ടെ. നീ പറഞ്ഞതും ശരിയാ സന്ദീപേ, നമ്മൾ തകർന്നതുപോലെ ആരും തകരണ്ട. പക്ഷേ ഏട്ടത്തി, 1 വയസ്സ് വരെ മരുന്ന് മുടങ്ങാതെ കൊടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അത് നമ്മൾ എങ്ങനെ കൊടുക്കും? അപ്പോൾ ആതിരെല്ലാം അറിയില്ലേ? അതിനെക്കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട സന്ദീപേ, ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. ഞാൻ എങ്ങനെയെങ്കിലും കുഞ്ഞിന് മരുന്ന് കൊടുത്തോളാം. സന്ദീപും അതിന് സമ്മതം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അവന്തിക. പെട്ടെന്ന് ആതിരയ്ക്ക് ബോധം വരികയും ആതിര ചുറ്റും നോക്കുകയും ചെയ്യുമ്പോൾ അവന്തിക പറയുകയാണ്, നീ നോക്കണ്ട, നീ നോക്കുന്നയാളെ ഇവിടെ ഇല്ല. അർച്ചന കുഞ്ഞിനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയി. ഇത് കേൾക്കുന്ന ആതിര ഞെട്ടലോടെ എഴുന്നേൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാൻ തന്ന പാല് കുടിച്ചിട്ടാ നിന്റെ ബോധം കെട്ടത്. പാലെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്ന് ഞാൻ പുറത്തേക്ക് പോയിരുന്നു. ആ സമയത്ത് അർച്ചന അടുക്കളയിൽ നിന്നും വരുന്നതാ ഞാൻ കണ്ടത്. അവള് പാലിൽ എന്തോ കലക്കി നിനക്ക് തന്നതുകൊണ്ടാ നിന്റെ ബോധം കെട്ടത്. ഇങ്ങനെയാണെങ്കിലേ അവൾ നിന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ആതിര. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അർച്ചനയും സന്ദീപും കൂടി കുഞ്ഞിനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയെന്ന് സേതുമാധവൻ പറയുമ്പോൾ ആതിര ചോദിക്കുകയാണ്, അതെന്താ, ഞാൻ ഒരിക്കലും ഉണരില്ലെന്ന് നിങ്ങളൊക്കെ കരുതിയോ? ഇത്രയ്ക്കും ക്ഷോഭിക്കാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ആതിരയെന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് ചെന്ന് കുഞ്ഞിനെ വാങ്ങുകയാണ് ആതിര. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കുഞ്ഞിനെ എടുക്കരുതെന്ന്, എന്നിട്ടും എന്ത് ധൈര്യമുണ്ടായിട്ടാ നിങ്ങൾ എന്നെ ബോധം കെടുത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ട് പോയത്? പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാൻ ബോധം കെട്ടെന്നല്ല, ഞാൻ മരിച്ചു കിടന്നാൽ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എടുക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആതിര മുകളിലേക്ക് പോകുന്നു. തുടർന്ന് സേതുവും അവിടെ നിന്ന് അർച്ചനയെ ആശ്വസിപ്പിച്ചിട്ട് പോകുമ്പോൾ അവന്തിക പറയുകയാണ്, സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നോട് പഞ്ച് ഡയലോഗ് അടിക്കുകയാ പതിവ്, പക്ഷേ ഇപ്പോൾ അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെന്നാലേ ജീവച്ഛവം പോലെയല്ലേ നീ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക പോകുമ്പോൾ അർച്ചനയും മുറിയിലേക്ക് പോയി ആ മരുന്ന് ഭദ്രമായി എടുത്തു വെക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിനെ വിളിക്കുന്നതാണ്. നിന്റെ ജാമ്യത്തിന്റെ കാര്യമെല്ലാം ശരിയായിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ നിനക്ക് പുറത്തിറങ്ങാമെന്നും അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് ഉടൻ തന്നെ കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടിരിക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അർച്ചനയുടെ അടുത്തേക്ക് വരികയാണ്. താനെന്താടോ ഇരുട്ടിലിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നത്? എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.